MC-യിലെ OHP ഷീറ്റ്, വാട്ടർ ലെവൽ ട്യൂബ്, പിന്നെ ഒരു കാൽ തടിപ്പെട്ടി. ഇത്രയും മതി നമ്മുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ കാണുന്ന ചെറുതേനീച്ച കോളനി പെട്ടിയിലാക്കാൻ. എല്ലാവർക്കും വിഷ്ണു ലോകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു, വീടിൻ്റെ ബേസ്മെൻറ്റിലൊക്കെ കുറച്ചധികം തേനീച്ച കൂടുകളൊക്കെ ഉണ്ട്, അത് പൊളിച്ചെടുക്കാതെ എങ്ങനെ പെട്ടിയിലാക്കാമെന്ന്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടാമോ എന്ന്. ആദ്യം നമ്മൾ ഇത്തരം ബേസ്മെൻറ്റിലുള്ള കൂടുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ കെണിക്കൂട് വെക്കാനായിട്ട് നല്ല സ്ട്രെങ്ത് ഉള്ള കൂടുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. നല്ല സ്ട്രെങ്ത് ഉള്ള കൂടിൻ്റെ വാതിൽ ഇതേപോലെ ധാരാളം കാവൽക്കാരായിട്ടുള്ള ഈച്ചകളുണ്ടാവും. പിന്നെ നമ്മളൊരു കല്ലെടുത്ത് കൊട്ടി നോക്കുക, അല്ലെങ്കിൽ ചെവി ആ കൂടിനോട് ചേർത്ത് വെച്ചാൽ നല്ല മൂളിച്ച ഉണ്ടാവും. കൊട്ടുമ്പോൾ നല്ല രീതിയിൽ ഈച്ചകൾ പുറത്ത് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ നല്ല സ്ട്രെങ്ത് ഉള്ള കൂടുകൾ വേണം നമ്മൾ കെണിക്കൂട് വെക്കാനായി തിരഞ്ഞെടുക്കാൻ. ഇത് കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് ഉപയോഗിക്കുന്ന വാട്ടർ ലെവൽ ട്യൂബാണ്. നമ്മുടെ വീടിൻ്റെയൊക്കെ അടുത്തുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് വിൽക്കുന്ന കടയിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇതിൽ നിന്ന് ഏകദേശം ഒരു 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 15 സെൻറ്റിമീറ്ററോളം നീളമുള്ള ട്യൂബ് മുറിച്ചെടുക്കുക. എന്നിട്ട് ഏകദേശം വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കൂടിൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് ഈ മുറിച്ചെടുത്ത ട്യൂബ് ആ കൂടിൻ്റെ എൻട്രൻസിലേക്ക് ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും MC-യിൽ വെച്ച് ഒട്ടിക്കുക. ഇനി എന്തിനാണ് വൈകുന്നേരം തിരഞ്ഞെടുത്തതെന്ന് പറയാം. ഈ കൂട്ടിലെ തേനും പൂമ്പടിയും ശേഖരിക്കാൻ പുറത്തു പോയിട്ടുള്ള മറ്റീച്ചകളെല്ലാം കൂട്ടിൽ കയറിയ ശേഷം വേണം നമ്മൾ ഈ ട്യൂബ് ഫിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഈ ട്യൂബ് ഫിറ്റ് ചെയ്ത ശേഷം വരുന്ന ഈച്ചകൾക്ക് ഇതിൻ്റെ എൻട്രൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരികയും അത് കൂടിന് വെളിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്യും. അപ്പോൾ ആദ്യ ദിവസം നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇനി അടുത്ത ദിവസം ഈ ട്യൂബിൽ കൂടെ ഈച്ചകൾ പുറത്തേക്ക് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു എന്ന് നമ്മൾ ബോധ്യമാക്കുക. വീഡിയോ എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇത് പകലാണ് ചെയ്യുന്നത്, എല്ലാം ഒരു ദിവസമാണ് ചെയ്യുന്നത്. നിങ്ങളിത് 2-3 ദിവസങ്ങളിലായി മാത്രം ചെയ്യുക. നമ്മളിത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ഈച്ചകൾ നിലവിലെ കൂടിൻ്റെ വാതിൽ അടയ്ക്കുകയും പകരം വേറെ ഏതെങ്കിലും ഒരു വാതിൽ കണ്ടെത്തി അതിലൂടെ പുറത്ത് കടക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി ഇങ്ങനെ വെക്കുന്ന കെണിക്കൂടുകൾ വിജയിക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന്, ഈ കൂട്ടിലെ റാണി ഈ ട്യൂബിലൂടെ ഇറങ്ങി വന്നിട്ട് ഈ കൂട്ടിൽ മുട്ടയിട്ട് അത് വിജയിക്കും. 2, ഈ കൂട്ടിൽ നിന്നും ഗൈനീച്ച ഇറങ്ങി വന്നിട്ട് ഈ കൂട്ടിൽ ഒരു റാണിയായിട്ട് മാറും. പഴയ കൂടും റാണിയും ഈച്ചകൾ അതേപോലെ തന്നെ നിലനിർത്തും. 3, പുറത്തുനിന്നും വരുന്ന അറ്റാക്കിംഗ് ബീസ് ഈ കൂട് കാണുമ്പോൾ സ്ട്രെങ്ത് കുറവുള്ളതാണെന്ന് വിചാരിച്ച് ഈ കൂടിനെ അറ്റാക്ക് ചെയ്ത് ഈ കാലിപ്പെട്ടിയിൽ കയറും. ഇതൊക്കെ സംഭവിക്കണമെങ്കിലും ഒരു 3 മാസം മുതൽ 1 വർഷം വരെ കാത്തിരിക്കണം. തീരെ ക്ഷമയില്ലാത്ത ആൾക്കാരെ നല്ല ക്ഷമ പഠിപ്പിക്കുന്ന ഒരു രസകരമായ കൃഷിയാണ് തേനീച്ച കൃഷി. നമ്മൾ കാലിപ്പെട്ടി വെക്കാൻ ആവശ്യത്തിന് നീളം വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇനി നമുക്ക് കെണി വെക്കാനുള്ള കൂട് റെഡിയാക്കാം. കെണിക്കൂട് വെക്കാനായിട്ട് ഈ കൂടിൻ്റെ 2 സൈഡിലും നമുക്ക് ഹോൾ ആവശ്യമാണ്. നോർമൽ കൂടുകൾക്ക് ഒരു സൈഡിൽ ഹോൾ മതി താനും. ഇത് നമ്മൾ നോർമലി ഈച്ചകളെ വെക്കാനായിട്ട് പണിയിപ്പിച്ച കൂടുകളാണ്. ഈ കൂടുകൾ നമ്മുടെ പക്കൽ വിൽപ്പനയ്ക്കുണ്ട്. വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കെണിക്കൂട് വെക്കാനായിട്ട് ഒരു കിറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ലഭിക്കുന്നതാണ്. ഈ കൂടിൻ്റെ മറ്റേ സൈഡിലും ഹോൾ ഇടാനായിട്ട് നമുക്ക് ഡ്രില്ലിംഗ് മെഷീനൊക്കെ സെറ്റാക്കി വെക്കാം. കെണിക്കൂടിനാണെന്ന് പറയുന്നവർക്ക് നമ്മൾ ഈ ബോക്സിൻ്റെ 2 സൈഡിലും ഹോളിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. അതിനുശേഷം കെണിപ്പെട്ടി വെക്കുക. ഞാനിതിൻ്റെ ഇടയ്ക്ക് ചെറിയ ടിപ്സൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇനിയും ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത് OHP ഷീറ്റാണ്. ഇത് നമ്മൾ കെണിക്കൂട് വെക്കുന്ന പെട്ടിയുടെ ഇടയ്ക്കത്തെ ലെയറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടിനകത്ത് നടക്കുന്നതൊക്കെ കൂട് തുറക്കാതെ ഈച്ചയെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ വീക്ഷിക്കാൻ സാധിക്കും. ഇത് നമുക്ക് പേപ്പർ മാർട്ടുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഓൺലൈനിലും അവൈലബിൾ ആണ്. ഇത് A4 സൈസിലുള്ള ഷീറ്റുകളാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിനും വീതിയിലും ഈ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. മുന്നേ പറഞ്ഞ കിറ്റായിട്ട് ഓർഡർ ചെയ്യുന്നവർക്ക് ഞങ്ങൾ ഈ ഷീറ്റ് കട്ട് ചെയ്ത് പെട്ടിയുടെ മുകളിൽ ഒട്ടിച്ചായിരിക്കും നൽകുക. അല്പം മെഴുകി വെച്ച് ഈ ഷീറ്റ് നമുക്ക് ഈ പെട്ടിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മൾ 2 സൈഡിലും കിഴുത്തയിട്ട് കെണിപ്പെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. ഈച്ചകൾ കുറേ നാൾ ഈ കൂട്ടിലേക്ക് കയറി ഇറങ്ങുമ്പോൾ പഴയ കൂട്ടിലേക്ക് പോകുന്നത് ദൂരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി ഈ കൂട്ടിലേക്ക് താമസം മാറും. അങ്ങനെയാണ് ഈ കൂടിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇങ്ങനെ 2 സൈഡിലും ട്യൂബ് വെക്കുമ്പോഴും നമ്മൾ ഒരു 3-4 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഇത് ഈ കൂട്ടിലേക്കുള്ള ഈച്ചകളുടെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ട്യൂബിൽ കൂടെ വരുന്ന ഈച്ചകൾ ഈ കൂട്ടിലേക്ക് പറന്നിറങ്ങി വീണ്ടും അപ്പുറത്തെ പോർഷനിലെത്തി അടുത്ത ട്യൂബിലേക്ക് പറന്ന് കയറി പുറത്തേക്ക് പോകണം. ഇതെന്തിനാന്ന് വെച്ചാൽ ചില വിരുദ്ധന്മാരായ ഈച്ചകൾ ടണൽ ക്രിയേറ്റ് ചെയ്ത് കൂട്ടിലിറങ്ങാതെ പുറത്തേക്ക് പോകും. അങ്ങനെ പോയാൽ നമ്മുടെ കെണിക്കൂട് വിജയിക്കില്ല. അപ്പോൾ നമ്മൾ ട്യൂബ് വെക്കുമ്പോൾ ഒരു 3 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 4 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് വെക്കുക. അത് കൂട്ടിൽ ടച്ച് ആവാതെ നോക്കുക. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ MCL. ഇത് നമുക്ക് മെറ്റീരിയൽ ഷോപ്പിലും സൂപ്പർ മാർക്കറ്റിലും ചെറിയ സ്റ്റേഷനറി കടകളിലും ഒക്കെ വാങ്ങാൻ കിട്ടും. ഇതിൽ 2 കവറിലായിട്ടൊരു വൈറ്റ് ക്ലേയും ഡാർക്ക് ക്ലേയും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി സൂചിപ്പിച്ചതാണ്. പിന്നെ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ കൈ ഒന്ന് കഴുകി ചെറിയ നനവോടെ ഉപയോഗിക്കുകയാണെങ്കിൽ കൈ പറ്റുന്നത് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഈ കെണിക്കൂടിൻ്റെ മുകളിലത്തെ ലെയറും ഇതിൽ തന്നെ വെച്ചിട്ട് വള്ളി ഉപയോഗിച്ച് നല്ല രീതിയിൽ കെട്ടുന്നുണ്ട്. നിങ്ങൾ ഈ പെട്ടി വെക്കാൻ പോകുന്നത് മഴയും വെയിലും ഒക്കെ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ ഇത് നല്ല കവർ കൊണ്ടൊക്കെ മൂടി നല്ല രീതിയിൽ ഭദ്രമാക്കി വെക്കണം. ഞാൻ ഈ പെട്ടി വെക്കാൻ പോകുന്നിടത്ത് മഴയും വെയിലും ഒന്നും ഏൽക്കാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നത് കാണിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മഴയൊന്നും ഏൽക്കാതെ വെയിലൊന്നും കൊള്ളാതെ സുരക്ഷിതമായിട്ട് പെട്ടി സൂക്ഷിക്കുക. ഇത് പിന്നെ തേക്കിൻ തടിയിൽ നിർമ്മിച്ച പെട്ടികളാണ്. അതുകൊണ്ട് ലോങ് ലൈഫാണ്. ഒരു 10 വർഷമൊക്കെ സുഖമായിട്ട് കിടന്നോളൂ. പെയിൻറ്റ് പോലും അടിക്കണമെന്നില്ല. ഈച്ചകൾ ഈ ട്യൂബിലൂടെ പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. കണ്ടില്ലേ, പുറത്തു പോയി തേനൊക്കെ ശേഖരിച്ച് വരുന്ന ഈച്ചകൾ പഴയ കൂടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ വന്ന് ചുറ്റിപ്പറ്റുന്നത്. ഇതുകൊണ്ടാണ് വൈകുന്നേരം ഈ ട്യൂബ് പിടിപ്പിക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ 2ാമത്തെയോ 3ാമത്തെയോ ദിവസം വൈകുന്നേരമായിരിക്കണം ഈ കാലിപ്പെട്ടി ട്യൂബിൽ പിടിപ്പിക്കേണ്ടത്. കാലിപ്പെട്ടി ട്യൂബിൽ പിടിപ്പിച്ച ശേഷം ഇരു സൈഡും നന്നായി ഫിക്സ് ആയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ഈ പിടിപ്പിക്കുമ്പോൾ ഈ ട്യൂബ് ഏകദേശം വാട്ടർ ലെവൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം റാണിയീച്ച മുകളിലേക്കോ താഴേക്കോ ട്യൂബിൽ കൂടെ ഇറങ്ങി കയറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ നമ്മൾ ഈ ട്യൂബിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ റാണിയീച്ച ഈ ട്യൂബിലൂടെ കടന്ന് കൂട്ടിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ടില്ലേ ഈച്ചകൾ ഈ ട്യൂബിൽ കൂടെ കയറി ഇറങ്ങി പോകുന്നത്. നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഞാൻ ഈ കൂട് തുറന്നിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റായി അറിയിക്കുക. മറ്റു സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.